ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ പരിധി വിട്ടുവെന്ന് തിരിച്ചറിയുന്ന ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള സയനിസ്റ്റ് ഭീകരവാദികൾക്ക് വീണ്ടും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ലെബനനിലെ സിവിലിയന്മാരെ ഇനിയും ഇസ്രായേൽ ആക്രമണത്തിനിരയാക്കുകയാണെങ്കിൽ ഇതുവരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടില്ലാത്ത ഇസ്രായേലി നഗരങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഹസൻ നസ്രുള്ള പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു ടെലിവിഷൻ പ്രസംഗത്തിനിടെയാണ് ഹസൻ നസ്രുള്ള ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കിയത്. ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്നത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക വീണ്ടും ശക്തമാവുകയാണ്. ഹസൻ നസ്രുള്ളയുടെ വാക്കുകൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴി തുറക്കുന്നുവെന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 സിറിയൻ കുട്ടികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ ഔദ്യോഗിക മാധ്യമം ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. മറുപടിയായി ഷിയ പ്രതിരോധ സംഘം ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി വടക്കൻ ഇസ്രായേലിലെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി 100 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് വിധേയമാകാത്ത ഇസ്രായേലി പട്ടണങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് നസ്രുള്ള പ്രഖ്യാപിച്ചത് വിശുദ്ധ ആഷൂറ ദിനത്തിലാണ്. ലെബനനിലെ ഹിസ്ബുള്ള പോരാളികളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്ന് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അത് വാസ്തവ വിരുദ്ധമാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തത് ദി ടൈംസ് ഓഫ് ഇസ്രായേലാണ്. ഒക്ടോബർ 7 മുതൽ ലെബനനിൽ 500-ലധികം ആളുകൾ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവയിൽ ഹിസ്ബുള്ള പോരാളികളാണ് കൂടുതൽ കൊല്ലപ്പെട്ടതെങ്കിലും ആക്രമണത്തിൽ 100-ലധികം സിവിലിയന്മാർ മരിച്ചതായി വിവിധ റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ ആക്രമണം ലെബനൻ അതിർത്തി ഗ്രാമങ്ങളിലും നാശം വിതച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൽ 17 സൈനികരും 13 സാധാരണക്കാരും കൊല്ലപ്പെട്ടെന്നാണ് സയനിസ്റ്റ് നേതൃത്വം അറിയിക്കുന്നത്. അതിർത്തി പ്രദേശത്തു നിന്ന് പലായനം ചെയ്യാൻ ഇസ്രായേലി പൗരന്മാരോട് അധികൃതർ നിരവധി തവണ ഉത്തരവിട്ടിരുന്നു. സൗത്ത് ലെബനനിൽ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 3 കുട്ടികൾ കൂടി ഇന്ന് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭീകരമാണ്. കുട്ടികൾ പരിരക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ ചിന്തകൾ അവരുടെ കുടുംബത്തോടൊപ്പമാണ്. അക്രമം തുടരുന്നിടത്തോളം കൂടുതൽ കുട്ടികൾ അപകടത്തിലാണ്. ഈ സംഭവത്തെ യൂനിസെഫ് വിശേഷിപ്പിക്കുന്നത് ഭയാനകമെന്നാണ്. ലെബനനിൽ വിപുലമായ ആക്രമണ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും സയനിസ്റ്റുകളിൽ നിന്നും ഉറച്ച തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇസ്രായേലുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും പക്ഷേ അത് സംഭവിക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറാണെന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. ലെബനനിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം ചെയ്യാനുള്ള ശേഷി ഇസ്രായേൽ രാജ്യത്തിനില്ലെന്ന് തന്നെയാണ് ഹസൻ നസ്രുള്ള ആവർത്തിക്കുന്നത്. ഗസയിൽ ഇസ്രായേലിന്റെ സൈനിക ശേഷി മോശം നിലയിലെത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിങ്ങളുടെ ടാങ്കുകൾ ലെബനനിലേക്ക് വന്നാൽ ആ ടാങ്കുകളൊന്നും അവശേഷിക്കില്ല. ഹസൻ നസ്രുള്ള ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് ഇപ്രകാരമാണ്: ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വീടുകൾ തകർന്ന ലെബനൻ ജനതയ്ക്ക് മുൻപത്തതിനേക്കാൾ മനോഹരമായ വീടുകൾ പുനർനിർമ്മിച്ചു നൽകുമെന്നും ഹസൻ നസ്രുള്ള വാഗ്ദാനം ചെയ്തു. ലെബനൻ പൗരന്മാർ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകങ്ങളാണെന്നും നസ്രുള്ള വിശേഷിപ്പിച്ചു. അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഇനിയും സഹിക്കാനാവില്ലെന്ന് വ്യക്തമാക്കുന്ന ഇസ്രായേൽ കൂടുതൽ പ്രകോപനപരമായ തീരുമാനങ്ങൾ ഇനിയും കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. നയതന്ത്ര പരിഹാരമുണ്ടായില്ലെങ്കിൽ ലെബനനെതിരെ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഇസ്രായേലും വ്യക്തമാക്കുന്നത്.